നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഗ്ലോബ് സോക്കർ അവാർഡിൻ്റെ ഫൈനൽ ലിസ്റ്റ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. സാധാരണ നിങ്ങൾക്ക് അറിയാമല്ലോ, ആദ്യം ഒരു പ്രാഥമിക നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിടും, അതിൽ വോട്ടിംഗ് നടക്കും, അതിൽ നിന്ന് പിന്നീടൊരു ഫൈനൽ നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിടും, അതിൽ നിന്നും പിന്നെ അവസാനം ഗലയിൽ വെച്ച് അവാർഡ് പ്രഖ്യാപിക്കും. ഇപ്പോൾ ആ ഫൈനൽ നോമിനേഷൻ ലിസ്റ്റ് അവർ പുറത്തുവിട്ടിരിക്കുകയാണ്. വ്യത്യസ്ത കാറ്റഗറികളിൽ ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് നമ്മൾ പരിശോധിക്കുകയാണ്. സോ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് അത് നൽകുക ഡിസംബർ 28 ദുബായിൽ വെച്ച് നടക്കുന്ന ചടങ്ങിലായിരിക്കും. സോ ഗ്ലോബ് സോക്കർ അവാർഡിൻ്റെ ബെസ്റ്റ് മെൻ അവാർഡിന് ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കാം. ഓസ്മാൻ ഡംബലെ, ഡെസിയഡു, ഏർലിംഗ് ഹാലൻഡ്, അഷ്റഫ് ഹക്കീമി, വിനീഷ്യസ് ജൂനിയർ, ക്വിച്ച കാർഡസ്കേലിയ, റോബർട്ട് ലെവൻഡോസ്കി, കിലിൻ എംബാപ്പെ, ന്യൂനോ മെൻഡസ്, കോൾ പാൽമർ, പെഡ്രി, റാഫിഞ്ഞ, മുഹമ്മദ് സലാ, വിറ്റീഞ്ഞ, ലാമിനെ യമാൽ എന്നിവരാണ് ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡിനായിട്ട് പരിഗണിക്കുന്ന ഫൈനൽ ലിസ്റ്റിലുള്ളത്. അതോടൊപ്പം തന്നെ അടുത്ത പ്രധാനപ്പെട്ട അവാർഡ് ബെസ്റ്റ് മെൻസ് ക്ലബ്ബാണ്. ബെസ്റ്റ് മെൻസ് ക്ലബിനുള്ള ഫൈനൽ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ അൽ അഹ്ലി ഉണ്ട്, FC ബാഴ്സലോണയുണ്ട്, ബയൺ മ്യൂണിക് ഉണ്ട്, ചെൽസി, ഫ്ലമിംഗോ, ലിവർപൂൾ, പാരീസ് സെൻ ജർമ്മൻ, സ്പോർട്ടിംഗ് CP ക്ലബ്ബുകളാണ് ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഏതായാലും ആർക്കാണ് ഇത്തവണത്തെ മികച്ച പുരുഷ വിഭാഗത്തിലെ ക്ലബിനുള്ള പുരസ്കാരം ലഭിക്കുക എന്നുള്ളത് ഡിസംബർ 28 അറിയാം. അതുപോലെ തന്നെ ബെസ്റ്റ് വിമൻസ് ക്ലബ്ബ് അതിൻ്റെ ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ക്ലബ്ബുകൾ ആഴ്സണൽ, ബാഴ്സലോണ, ചെൽസി, യുവൻറ്റസ് എന്നീ ക്ലബ്ബുകളാണ്. അടുത്ത് നമ്മൾ പരിശോധിക്കുന്ന ബെസ്റ്റ് കോച്ച് അവാർഡിന് ഫൈനൽ ലിസ്റ്റിൽ വന്നിട്ടുള്ള ആരൊക്കെയാണെന്ന് നോക്കാം. സാബി അലോൺസോ, മൈക്കൽ ആർട്ടിറ്റ, ലൂയിസ് എൻറിക്കെ, ഹൻസി ഫ്ലിക്ക്, എൻസോ മഴേസ്ക, ആർനെ സ്ലോട്ട് എന്നീ 6 പരിശീലകരാണ് ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ബെസ്റ്റ് മിഡ്ഫീൽഡർ പുരസ്കാരത്തിനുള്ള ഫൈനൽ നോമിനേഷൻ ലിസ്റ്റ് നോക്കാം. അതിൽ ജൂഡ് ബെല്ലിംഗാം, ഡെസിയഡു, ഫെർമിൻ ലോപ്പസ്, ജാവോ നെവസ്, കോൾ പാൽമർ, പെഡ്രി, ഫെഡെ വാൽവെർദെ, വിറ്റീഞ്ഞ എന്നിവരാണ് ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. അടുത്ത ബെസ്റ്റ് ഫോർവേഡ് നോമിനേഷൻ ലിസ്റ്റാണ്. അതിൻ്റെ ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിൽ ഒസ്മാൻ ഡംബലെ, ഹാരി കെയ്ൻ, ക്വിച്ച കാർഡസ്കേലിയ, റോബർട്ട് ലെവൻഡോസ്കി, കിലിൻ എംബാപ്പെ, റാഫിഞ്ഞ, മുഹമ്മദ് സലാ, ലാമിനെ യമാൽ എന്നിവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതേസമയം എമേർജിംഗ് പ്ലെയർ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരത്തിനായിട്ട് ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് ബെൻ സയ്യർ, പൗ കുബാർസി, ഡെസിയഡു, ആർദ ഗ്യൂളർ, ജാവോ നെവസ്, കിരൺ എൽഡിസ് എന്നിവരാണ്. ഇനി ബെസ്റ്റ് ഏജൻറ്റുമാരുടെ നോമിനേഷൻ ലിസ്റ്റ് ലഭിച്ചിരിക്കുന്നത് ആലി ബറാത്ത്, ഹോർഗെ മെൻഡസ്, ഫെഡറിക്കോ പാസ്റ്ററല്ലോ, ഫാലി റമദാനി, അതുപോലെ ഫ്രാങ്ക് ട്രിംബോളി എന്നിവരാണ്. അതോടൊപ്പം തന്നെ ബെസ്റ്റ് സ്പോർട്ടിംഗ് ഡയറക്ടർ പുരസ്കാരത്തിനായിട്ട് നോമിനേഷൻ കിട്ടിയിരിക്കുന്നത് ലൂയിസ് കമ്പോസ്, ഡെക്കോ, മൈക്കൽ എഡ്വേർഡ്സ് ആൻഡ് റിച്ചാർഡ് ഹ്യൂസ്, പിന്നെ ജവാനി മന്ന, അതുപോലെ പോൾ വിൻസ്റ്റൻലി ആൻഡ് ലോറൻസ് സ്റ്റിവാർട്ട് എന്നിവരാണ് ആ ഒരു അവാർഡിനായിട്ട് നോമിനേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം ബെസ്റ്റ് മിഡിൽ ഈസ്റ്റ് പ്ലെയർ അവാർഡ് അതിലാരാണ് ഉള്ളതെന്നാണ്. അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് നോക്കണം. സലേം അൽ ദൗസാരി, കരീം ബെൻസീമ, റിയാദ് മെഹ്റസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരാണ് അതിൻ്റെ ഫൈനൽ നോമിനേഷൻ ലിസ്റ്റിൽ. എന്തായാലും കാത്തിരിക്കാം. അവാർഡ് പ്രഖ്യാപനം നടക്കുന്ന ഡിസംബർ 28 ദുബായിൽ വെച്ചിട്ടാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.